നമസ്കാരം. കേരള നിയമസഭയിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കടുത്ത പ്രതിഷേധങ്ങളും പൊതുമുതൽ നശിപ്പിക്കലും വീണ്ടും രാഷ്ട്രീയ വൃത്തങ്ങളിലും നിയമപോരാട്ടങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അന്ന് സഭയ്ക്കുള്ളിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിലെ പുതിയ നിയമപരമായിട്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത്. എതിർപക്ഷത്തുള്ള ജനപ്രതിനിധികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കേസുകൾ കോടതി തള്ളിയതോടെ നിലവിൽ സഭയിലുണ്ടായ നാശനഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കേസിൽ മാത്രമായി അന്വേഷണവും വിചാരണയും ഇപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി വലിയ അലയൊലികളൊക്കെ തന്നെ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്ന് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണ വേളയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ പ്രതിഷേധം വൻ അക്രമത്തിലേക്ക് വഴിമാറുകയായി. സ്പീക്കറുടെ ഡയസിലും സഭയ്ക്കുള്ളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കസേരകൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് ചൂണ്ടിക്കാട്ടി പൊതുമുതൽ നശീകരണ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. സഭയുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അന്നുണ്ടായതെന്ന വിമർശനം അന്നേ ഉയർന്നിരുന്നതാണ്. ഈ സംഭവങ്ങളിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികൾ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ട സാഹചര്യമാണ് അന്ന് മുതൽ നിലനിന്നിരുന്നത്. എന്നാൽ കേസിൻ്റെ നിയമ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നതിനിടെ ഭരണപക്ഷത്തെ അന്നേ ഉണ്ടായിരുന്ന UDF MLA-മാർ സഭയ്ക്കുള്ളിൽ വെച്ച് തങ്ങളെ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവുമായിട്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും UDF നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. സ്വന്തം ഭാഗത്തുനിന്നുണ്ടായ അക്രമ സംഭവങ്ങളെ ചെറുക്കാനും രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാനുമാണ് എതിർപക്ഷത്തിനെതിരെ ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് വന്നതെന്ന ശക്തമായിട്ടുള്ള വിമർശനം അന്ന് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഈ രണ്ട് കേസുകളും സമാന്തരമായാണ് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അന്ന് എത്തിയത്. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ UDF MLA-മാർക്കെതിരെ ആരോപിക്കപ്പെട്ട കേസിന് മതിയായിട്ടുള്ള നിയമപരമായിട്ടുള്ള അടിത്തറയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി കേസ് റദ്ദാക്കുകയായിരുന്നു. ആരോപണ വിധേയരായിട്ടുള്ള നേതാക്കളെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതോടുകൂടി എതിർപക്ഷത്തെ നിയമപരമായിട്ട് പൂട്ടാമെന്ന പ്രതീക്ഷകൾക്കാണ് ഇവിടെ മങ്ങലേറ്റത്. സഭയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങളിൽ ഏകപക്ഷീയമായി കേസെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പ്രതിപക്ഷ വൃത്തങ്ങൾ. ഇതോടെ സഭയിലെ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കേസിൽ മാത്രമായി വിചാരണ നടപടികൾ ഒതുങ്ങിയിരിക്കുകയാണ്. മുന്നണി ഭരണത്തിലിരുന്ന സമയത്ത് ഈ കേസ് പിൻവലിക്കാൻ CJM കോടതിയെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും വരെ സമീപിച്ചിരുന്നുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. ജനപ്രതിനിധികൾ സഭയ്ക്കുള്ളിൽ കാണിക്കുന്ന അക്രമങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പരമോന്നത കോടതി അന്ന് സർക്കാരിൻ്റെ ഹർജി തള്ളിയത്. ഇതിനെ തുടർന്നാണ് വിചാരണ നേരിടുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഏതായാലും വരുന്ന മാസം കേസ് വീണ്ടും തിരുവനന്തപുരം CJM കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ജനപ്രതിനിധികൾക്ക് വിചാരണ നേരിടാനായിട്ട് നേരിട്ട് ഹാജരാകേണ്ടി വരും. സഭയിലെ കസേരകളും കമ്പ്യൂട്ടറുകളും തകർത്ത കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള നേതാക്കൾ മാത്രം കോടതിക്ക് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് മുന്നണിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പൊതുമുതൽ നശിപ്പിച്ചതിനും ജനാധിപത്യ വേദിയെ അപമാനിച്ചതിനും നിയമത്തിന് മുന്നിൽ കൃത്യമായ മറുപടി പറയേണ്ട ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്.